ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലീഗൽ നെക്സസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് സിറ്റിസൺഷിപ്പ് എന്നും എത്ര തരം സിറ്റിസൺഷിപ്പ് ഉണ്ടെന്നും എങ്ങനെയൊക്കെയാണ് സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യുന്നത് എന്നും നമ്മൾ കണ്ടു. ഇന്നത്തെ വീഡിയോയിൽ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. സിറ്റിസൺഷിപ്പ് പാർട്ട് 2. The Act provides for acquisition of Indian citizenship in following ways: citizenship by birth. Anyone born in India or after January 1st, 1915 would be deemed a citizen by birth. This limit was further amended to include those born between January 1st, 1915 and July 1st, 1987. By the Citizenship Amendment Act 2003, persons born after December 3, 2004 would be deemed to be citizens of India if either of the parents is Indian or one of the parents is a citizen of India and other was not an illegal migrant at the time of the person's birth. Illegal migrant means a foreigner who has entered India without a valid passport or travel documents, or with valid passport or travel documents but remained in the country beyond the permitted period of time. Citizenship by birth. ജാനുവരി 1st, 1915 ശേഷം ജനിക്കുന്ന എല്ലാ കുട്ടികളെയും ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ട് കണക്കാക്കുന്നു. ഈ ലിമിറ്റ് കുറച്ചുകൂടി വിപുലീകരിച്ചിട്ടുണ്ട്. ജാനുവരി 1st, 1915 ജൂലൈ 1st, 1987 ഇടയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളും ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ട് കണക്കാക്കുന്നു എന്ന രീതിയിൽ. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് 2003 പ്രകാരം ഡിസംബർ 3, 2024 ശേഷം ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നൽകാവുന്നതാണ്. ഇതിനൊരു മാനദണ്ഡമുണ്ട്. ആ കുട്ടികളുടെ പാരൻസ്, ബോത്ത് ഓഫ് ദ പാരൻസോ അല്ലെങ്കിൽ എനി ഓഫ് ദ പാരന്റോ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുപോലെ ആ വ്യക്തി ഇല്ലീഗൽ മൈഗ്രന്റ് ആവാനും പാടില്ല. ഇല്ലീഗൽ മൈഗ്രന്റ് എന്ന് പറയുമ്പോൾ ഒരു ഫോറിനർ ഇന്ത്യയിലേക്ക് വിത്തൗട്ട് പാസ്പോർട്ടോ, ഒരു വാലിഡ് ആയിട്ട് പാസ്പോർട്ടോ ഇല്ലെങ്കിൽ ട്രാവൽ ഡോക്യുമെന്റോ ഇല്ലാതെ കുടിയേറുന്ന വ്യക്തികളെയാണ് ഇല്ലീഗൽ മൈഗ്രന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാലിഡ് ആയിട്ട് പാസ്പോർട്ടും ട്രാവൽ ഡോക്യുമെന്റും ഉണ്ടെങ്കിൽ തന്നെ അവരുടെ പെർമിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ താമസിക്കുന്ന വ്യക്തികളെ നമുക്ക് ഇല്ലീഗൽ മൈഗ്രന്റ് എന്ന് വിളിക്കാവുന്നതാണ്. Citizenship by descent. A person born outside India shall be deemed to be a citizen of India. Either of the parents was citizens of India at the time of his or her birth, provided that the birth is registered within 1 year of its occurrence or commencement of the act, whichever is later at the Indian consulate. സിറ്റിസൺഷിപ്പ് ബൈ ഡിസെൻഡന്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഇന്ത്യക്ക് പുറത്ത് ജനിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കണമെങ്കിൽ ആ കുട്ടിയുടെ ഏതെങ്കിലും ഒരു പാരന്റ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുപോലെ തന്നെ ആ കുട്ടി ജനിച്ചതിന് ശേഷം ആ കുട്ടി 1 ഇയറിനുള്ളിൽ ഇന്ത്യയിൽ വന്നിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കാവുന്നതാണ്. സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ. എ പേഴ്സൺ മേ ബി രജിസ്റ്റർഡ് ആസ് citizen of India if the person is married to a citizen of India or has been a resident of India for 5 years immediately before making an application for registration. Citizenship by registration എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഇന്ത്യൻ സിറ്റിസനെ മാരേജ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു നോൺ റെസിഡന്റ് ഇന്ത്യയിൽ 5 ഇയേഴ്സിന് കൂടുതൽ ഈ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് താമസിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ. എ പേഴ്സൺ ഈസ് granted a certificate of naturalization if the person is not an illegal migrant and has resident in India for 12 months before making an application to seek the certificate of the 14 years proceeding. This 12 months duration the person must have stayed in India for 11 years. Citizenship by naturalization എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഇന്ത്യയിൽ വന്നിട്ട് 11 ഇയേഴ്സ് ആൻഡ് 12 മന്ത്സ് ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് 12 മന്ത്സും ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ ലഭിക്കുന്നതാണ്. എന്നാൽ
ഇത്തരത്തിലുള്ള വ്യക്തികൾ ഒരിക്കലും ഒരു ഇല്ലീഗൽ മൈഗ്രന്റ് ആവാൻ പാടില്ല. സിറ്റിസൺഷിപ്പ് ബൈ incorporation of territory. If any new territory becomes a part of India, the government of India shall specify the person of the territory to be citizens of India. If the central government is of the opinion that an application is a person who has rendered distinguished service to the cause of science, philosophy, art, literature, world peace, or human process, generally, it may waive all or any conditions specified to attain Indian citizenship. സിറ്റിസൺഷിപ്പ് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ടെറിട്ടറിക്ക് പുതിയൊരു ടെറിട്ടറിനെ ആഡ് ചെയ്യണം അല്ലെങ്കിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലെ വ്യക്തികൾക്ക് നാച്ചുറലി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതാണ്. നമ്മൾ സിറ്റിസൺഷിപ്പ് എങ്ങനെയാണ് അക്യൂർ ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെർമിനേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ് ആണ്. ത്രൂ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 3 തരത്തിലാണ് ടെർമിനേഷൻ പറയുന്നത്. റെനുസിയേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ്, ടെർമിനേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ്, ഡിപ്രവേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ്. റെനുസിയേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ്. Any Indian citizen of full age and capacity may file a declaration renouncing his Indian citizenship. That person loses his or her Indian citizenship once the declaration is registered. If the declaration for renunciation is made during a war in which India is involved, the central government will refuse to register it until the central government otherwise directs. When a person renounces his Indian citizenship, his or her minor children loses their Indian citizenship as well. When such a child reaches the age of 18, he may reclaim his Indian citizenship. റെനുൻസിയേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഏതൊരു ഇന്ത്യൻ പൗരനും അദ്ദേഹത്തിന്റെ ഫുൾ ഏജ് ആൻഡ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്തതിനു ശേഷം ഒരു ഡിക്ലറേഷൻ വഴി അദ്ദേഹത്തിന്റെ സിറ്റിസൺഷിപ്പ് ഒഴിവാക്കാവുന്നതാണ്. അത്തരത്തിൽ ഒഴിവാക്കിയ വ്യക്തികൾ ഇന്ത്യയുമായിട്ട് വാർ നടക്കുന്ന ഏതെങ്കിലും രാജ്യത്തിലെയാണ് സിറ്റിസൺഷിപ്പ് സ്വീകരിക്കുന്നത് എങ്കിൽ ആ വാർ കഴിയുന്നവരേക്ക് ഈ ഡിക്ലറേഷൻ ഇന്ത്യൻ ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. അതുപോലെ ഒരു തവണ അദ്ദേഹം വന്ന് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഒഴിവാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കൾക്കും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടമാവുന്നതാണ്. അൺടിൽ ആ കുട്ടികൾ 18 ഇയേഴ്സ് അറ്റൈൻ ചെയ്തതിനു ശേഷം അവർ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണമെന്ന് റിക്ലൈം ചെയ്യുന്നത് വരെ. ടെർമിനേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ്. When a citizen of India acquires the citizenship of another country voluntarily, his or her Indian citizenship automatically gets terminated. This provision, however, does not apply during the war in which India may be involved unless otherwise directed by central government. Termination of Indian citizenship എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ വേറൊരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് വോളണ്ടറിലി ഏറ്റെടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളുടെ സിറ്റിസൺഷിപ്പ് ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ആവുന്നു. Deprivation of citizenship. An Indian citizen can be deprived of their citizenship under specific circumstances outlined in the Citizenship Act. If the citizenship was obtained through fraudulent means, false representation, or by concealing essential information during the process, registration, or naturalization of. If that citizen has demonstrated disloyalty or dissatisfaction with the Indian Constitution as established by law, if that citizen engaged in unlawful trade or communication with an enemy during any war in which India is involved or is associated with activities that assist an enemy in such a war. ഡിപ്രവേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ തരത്തിലാണ് ഒരു സിറ്റിസൺഷിപ്പ് നഷ്ടമാകുന്നത് എന്നാണ്. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആഫ്റ്റർ രജിസ്ട്രേഷൻ ഓർ നാച്ചുറലൈസേഷന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് സിറ്റിസൺഷിപ്പ് ലഭിക്കാനായിട്ട് എന്തെങ്കിലും ഫ്രോഡുലന്റ് മീൻസോ അല്ലെങ്കിൽ ഫോൾസ് റെപ്രസെന്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൺസീലിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ നാച്ചുറലൈസേഷൻ വഴി സിറ്റിസൺഷിപ്പ് ലഭിച്ചിട്ടുള്ള വ്യക്തിക്ക് ആ സിറ്റിസൺഷിപ്പ് നഷ്ടമാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ് ലഭിച്ചതിന് ശേഷം
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ കാര്യങ്ങൾ ഡിസ്ലോയൽറ്റി പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികൾക്കും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടമാകാം. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു വാർ നടക്കുന്ന സമയത്ത് ഇങ്ങനെ സിറ്റിസൺഷിപ്പ് ലഭിച്ച വ്യക്തികൾ എന്തെങ്കിലും തരത്തിലുള്ള എനിമി രാജ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ അതുപോലെ തന്നെ അൺലോഫുൾ ട്രേഡ് അതുപോലെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികൾക്കും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടമാവുന്നതാണ്. If the citizen is sentenced to imprisonment for a minimum term of 2 years within 5 years of obtaining registration or naturalization in any country, if a citizen has been ordinarily residing outside India for a continuous period of 7 years without being a student at an educational institution in a foreign country, employed by an Indian or international governmental organization or annually registered their intent to retain Indian citizenship at an Indian consulate. ഒരു ഇന്ത്യൻ സിറ്റിസൺ നാച്ചുറലൈസേഷനോ അല്ലെങ്കിൽ രജിസ്ട്രേഷനോ വഴി ഒരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് നേടിയതിനു ശേഷം 5 വർഷത്തിനുള്ളിൽ കുറഞ്ഞത് 2 വർഷം ഇംപ്രിസൺമെന്റ് വിധിക്കപ്പെട്ടാൽ, അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ പൗരൻ 7 വർഷത്തിന് തുടർച്ചയായിട്ട് ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു വിദേശ രാജ്യത്തിലെ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിദ്യാർത്ഥിയായിട്ടോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സർക്കാർ സംഘടനയിൽ ജോലി ചെയ്യുന്ന നിലയിലോ അല്ലാതെ അല്ലെങ്കിൽ ഓരോ വർഷവും ഇന്ത്യൻ കോൺസുലേറ്റിൽ ഇന്ത്യൻ പൗരത്വം നിലനിർത്താനുള്ള ഉദ്ദേശം രജിസ്റ്റർ ചെയ്യാതെ ആയിരുന്നാൽ അത്തരത്തിലുള്ള വ്യക്തികൾക്കും സിറ്റിസൺഷിപ്പ് നഷ്ടമാവുന്നതാണ്. സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേസ് നമുക്ക് നോക്കാം. ഹിൻസ വിരോധ് സംഘ് വേഴ്സസ് മിസാപൂർ മോത്തി ഖുറേഷ് ജമത് 2008. The Supreme Court observed that India is a union of states and not an association or confederation of states. There is only one nationality, Indian. Every Indian has a right to go or settle anywhere in India and do business of his choice in any part of India in order to keep the country united, or it is necessary to have tolerance and respect for all communities and sects. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ സിറ്റിസൺഷിപ്പ് എങ്ങനെയൊക്കെ അക്യൂർ ചെയ്യുന്നത് അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ടെർമിനേറ്റ് ചെയ്യുന്നത് എന്ന് വിശദമായി പഠിച്ചതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ more legal insights.